പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ ബീച്ചിലാണ് അത് നടക്കുന്നത്. അപ്പോൾ അവിടെ വരെ പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ് കേട്ടോ. ബീച്ചിൽ ഈ സമയത്ത് പോകുന്നതിൽ നല്ലത് കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോൾ പോകുന്നതാണ്. അവിടെ ഇൻഡോറിലായിരിക്കും എക്സ്പോ ഒക്കെ നടക്കുന്നത്, എന്നാലും കുറച്ച് വൈകുന്നേരം അവിടേക്ക് പോകുന്നതായിരിക്കും കാണാനൊക്കെ ഒരു വൈബ്. അതിനു മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് വൈകുന്നേരമൊക്കെ ആവും. സീമാസിൽ ഒന്ന് കയറണം. സീമാസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവരുടെ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. കടയിലോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ അടുത്തായിട്ടൊരു ഫാൻസി സ്റ്റോർ ഉണ്ട്. അങ്ങനത്തെ ഒരു കടയിൽ കയറണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. പണ്ടെപ്പോഴും അവിടെ കയറിയിട്ടുണ്ട്. അത്ര വലിയ കടയല്ലെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നേരത്തെ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നും നല്ല തിരക്കുണ്ട്. എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ സീമാസിലോട്ട് പോയി. അവിടെ പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഫെസ്റ്റീവ് സീസൺ ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. വിഷു ഓണം സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടെ പിന്നെ പല പ്രാവശ്യം വന്നപ്പോഴും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സസ്, ഫ്രോക്സിൻ്റെ ഒക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ പലപ്പോഴും ഡിസ്കൗണ്ടിലും ഡ്രസ്സസ് ഇട്ടേക്കുന്ന കാണാം കുട്ടികളുടെ. ഡിസ്കൗണ്ട് സെക്ഷനിൽ എനിക്ക് തോന്നുന്നു 2 എണ്ണം എടുത്താൽ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെയും കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ടീഷർട്ട്സ് അങ്ങനത്തെയൊക്കെ കുറേ സെലക്ഷൻസ് ഉണ്ട്. ഇവർ പിന്നെ കടയിൽ വന്നാൽ ഇതേപോലെ ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെയായിരിക്കും. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അടുത്തതിന് എക്സ്പോയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആയി, വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ്പോ നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഒക്കെ കുറച്ച് പാടാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തിരക്കൊക്കെ കാണുമായിരിക്കും. ഇവിടെ ഈ എക്സ്പോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറേ ഫുഡ് സ്റ്റോളുകളുണ്ട്. നല്ല ചൂട് ബജിയും കോളിഫ്ലവറും ഒക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്നു. ഞങ്ങളും അതിൽ നിന്ന് ചെറിയൊരു പോർഷനൊക്കെ വാങ്ങി കേട്ടോ. ബീച്ചിലായിരുന്നു എക്സ്പോ. അങ്ങ് കാണുന്നതാണ് കേട്ടോ കടൽ. ഇതിനകത്താണ് എക്സ്പോ നടക്കുന്നത്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇനി ടിക്കറ്റ് എടുക്കണം അകത്ത് കയറണമെങ്കിൽ. ടിക്കറ്റ് ചാർജ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇതാണ് എൻട്രൻസ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. ആദ്യം തന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വരുന്നവരൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. വേറെ ആരുമല്ല, ഈ കാണുന്ന റോബോട്ട്. എല്ലാവർക്കും ഒരു ഹായ് അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് ഒക്കെ തരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അടുത്തത് പിന്നെ അവിടെ കണ്ടത് ഇങ്ങനെ ഒരു കാര്യമാണ്. അതിൽ കയറി നിന്നാൽ 360 ഡിഗ്രിയിൽ അവരൊരു വീഡിയോ എടുത്തു തരും. 100 രൂപയോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ. ഞങ്ങൾ അതിലൊന്ന് കയറിയായിരുന്നു. ആ വീഡിയോ ആണ് ഇത് ഈ സൈഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു റോബോട്ടിനെ കണ്ടു. ഇത് നേരത്തെ കണ്ട റോബോട്ടാണോ അതോ ഇനി വേറെ ആണോ എന്നറിയത്തില്ല. റോബോട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇതേപോലെ ഒരു സ്നോ മൗണ്ടൻ സെറ്റ് പോലെ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻസും ലൈറ്റിങ്സും ഒക്കെ കൊണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ കുറേ വീടുകളുടെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെടികളും മരങ്ങളും പിന്നെ കുറച്ച് ആനിമൽസിനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു അണ്ടർ വാട്ടർ ചണൽ അക്വേറിയമാണ്. ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കൊന്നും അങ്ങനെ തോന്നിയില്ല. ജനുവരി ഫസ്റ്റ് വീക്കിൽ ഒരു ദിവസമാണ് പോയത്. ചിലപ്പോൾ നേരത്തെ എല്ലാവരും വന്ന് കണ്ടിട്ടൊക്കെ പോയി കാണും അവധി സമയത്തൊക്കെ. മാത്രമല്ല ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയിലൂടെ ആയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തിരക്ക് കുറച്ച് കുറവായിരുന്നെന്ന് തോന്നിയത്. ഒരുപാട് ടൈപ്പ് മീനുകളുണ്ട്, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ. നേരത്തെ കണ്ടെടുത്ത് 2 സൈഡിലായിട്ടായിരുന്നു അക്വേറിയം സെറ്റ് ചെയ്തിരുന്നത്. ഇതെന്ന് പറയുന്നത് മുകളിൽ കൂടി അങ്ങനെ അക്വേറിയം സെറ്റപ്പ് വന്നിട്ടുണ്ട്. തീരെ ചെറിയ മീനുകൾ തൊട്ട് വലിയ മീനുകൾ വരെ ഉണ്ട് ഇതിൽ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് വേറൊരു അത്ഭുത കാഴ്ച കണ്ടത്. ഇത് ദൂരെ നിന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ഒരു അനിമേഷനോ അങ്ങനെ മറ്റോ ആയിരിക്കും എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഒറിജിനൽ മെർമെയ്ഡ് ഷോ ആണെന്ന്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. മത്സ്യകന്യക എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പോസും ചെയ്യുന്നുണ്ട്. ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും ഒരു അത്ഭുത കാഴ്ചയായിരുന്നത്. എല്ലാവരും നിന്ന് കുറേ നേരം നോക്കി കാണുന്നുണ്ട്. അങ്ങോട്ട് ഓരോരോ സ്റ്റോറുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള പലതരം സാധനങ്ങൾ. തുണികൾ, ഫർണിച്ചർ, ബാഗുകൾ, കഴിക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ. കടച്ചക്കുണ്ട്, റോബസ്റ്റ് കായൽ, പൊതിയുണ്ട്, ചില്ലിണ്ട്, പെപ്പറുണ്ട്. 8 ഐറ്റം ചിപ്സുകൾ മിക്സ് ചെയ്ത് കാൽക്കിലോ 200.
6 ഐറ്റം ധാന്യങ്ങൾ മിക്സ് ആയിട്ട് കാക്കിലോ സിഗ്നേച്ചർ ഈ ഒരു സ്റ്റോളിൽ പഴയ കാല കുറേ മിഠായികൾ, ഇഞ്ചി മിഠായി, പുളിമിഠായി, അങ്ങനെ കുറേ ഇപ്പോഴൊന്നും അധികം കിട്ടാത്ത രീതിയിലുള്ള മിഠായികൾ കണ്ടു. ഇതേപോലത്തെ ഈ റൗണ്ട് ഓറഞ്ച് കളറിലെ മിഠായി കണ്ടില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മിഠായിയായിരുന്നു. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മിഠായി. പണ്ടൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണാറില്ല. നല്ല ടേസ്റ്റുള്ളൊരു മിഠായി ആയിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അടുത്തത് ഫുഡ് സ്റ്റോളുകളാണ്. കുറേ വെറൈറ്റി ഉണ്ട്. ഐസ്ക്രീം, പാവ് ബജി, ദോശ, കരിമീൻ ജ്യൂസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പുവിന് ഈ ചക്കയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കടകളിലൊന്നും ആ ഒരു ഫ്ലേവർ കണ്ടില്ല. അപ്പം ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണം, അത് വാങ്ങി. പിന്നെ ഒരെണ്ണം ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം വാങ്ങി മിന്നുവിന്. പിന്നെ ഞങ്ങൾ വേറെ എന്ത് വാങ്ങിക്കണം ഇങ്ങനെ നോക്കി നടന്നപ്പോൾ എന്നാൽ പാവ് ബജി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മസാല പൂരി അതും വാങ്ങി. ഇതിപ്പോൾ ആ എക്സ്പോയുടെ ഭാഗമായിട്ട് വരുന്ന ഫുഡ് സ്റ്റോളുകളാണ്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ റൈഡ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൽ പല റൈഡ്സിലും ആരും കയറുന്നത് പോലുമില്ല. ചിലപ്പം രാത്രി ആയതുകൊണ്ടായിരിക്കും. ഇതിൽ മാത്രം കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം കയറിയിട്ട് വന്നു. അപ്പോൾ ഇത്രയായിരുന്നു മറൈൻ എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചകളൊക്കെ. പിന്നെ ഈ കാണുന്നതൊക്കെ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്.
പിന്നെ പലതരം റൈഡ്സും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് പോന്നു. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ചൂട് കപ്പലണ്ടിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അതും കുറച്ച് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്